പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്. ജോലിയും കൊലിയൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തോ എത്രക്ക് കണക്കെഴുതാൻ? ഇനി ഇതുപോലുള്ള സംസാരങ്ങൾ നിർത്തണമെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതാ. കൊച്ചാക്കലെ കുറച്ച് കുറയ്ക്കണം. അത് കേൾക്കാനേ കുറച്ച് ബുദ്ധിമുട്ടാ. ഞാൻ നിങ്ങളോടെ നല്ല കാര്യം പറയാനായിട്ടാ ഇങ്ങോട്ട് വന്നേ. അച്ഛൻ തീരുമാനിച്ചു കഴിഞ്ഞു രണ്ടിനെയും തീർക്കാൻ. ആരെ? വേറെ ആരെ? ഈ വീടിന്റെ അവകാശികളെ തന്നെ. നിന്റെ അച്ഛനിപ്പോ എന്റെ അച്ഛന്റെ ബാധകര് നടക്കുമല്ലേ? അങ്ങനെ നടക്കുന്ന ആള് അതുപോലെ പല പിച്ചുമ്പയും പറഞ്ഞിരിക്കും. ഇതങ്ങനല്ല ഉണ്ണിയേട്ടാ. അച്ഛൻ പഴയ ശൈലിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അച്ഛൻ വളയം പിടിക്കാൻ തീരുമാനിച്ചു. എന്നുവെച്ചാ അച്ഛന്റെ ആയുധം ലോറി. അച്ഛന് 4-5 ലോറി ഉണ്ടെങ്കിലും അച്ഛൻ പ്രത്യേക സാഹചര്യത്തില് ആയുധമായി കൊണ്ട് നടക്കുന്ന ഒരു ലോറിയുണ്ട്. ഓ, അത് ശരി. അപ്പോ ആ ആയുധം കൊണ്ട് അങ്ങനെ വേറെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? അതുകൊണ്ടാ ഞാനൊരു ദിവസം ചോദിച്ചത്, അങ്ങേരാണോ എന്റെ അച്ഛന്റെ ബൈക്കിൽ കൊണ്ടുപോയി ലോറി ഇടിച്ചതെന്ന്. അല്ല, അയാളുടെ ദേഹത്ത് തന്നെ കൃത്യമായിട്ട് എൻ്റെ അച്ഛൻ കയറിയതുകൊണ്ട് എനിക്ക് അങ്ങനെ ചില സംശയങ്ങളില്ലാതെ ഇല്ല. എന്തിനാ ഉണ്ടേട്ടാ ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നേ? അച്ഛൻ ആ ലോറി കൊണ്ട് പലരെയും അപകടപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് മണലും സ്പിരിറ്റും ഒക്കെ കടത്തിയിട്ടുമുണ്ട്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും കുറെ നാളായിട്ട് അച്ഛൻ അത് എടുക്കാതിരിക്കായിരുന്നു. ഇപ്പോ ആ ലോറി എടുക്കേണ്ട സാഹചര്യം വന്നതുകൊണ്ട് അച്ഛൻ അതിന് തുനിഞ്ഞിറങ്ങിയിരിക്കുക. എന്തായാലും നീ ഒരുപാട് പ്രതീക്ഷകളൊന്നും തരണ്ട. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞാൻ പല സ്വപ്നവും കണ്ടെന്നു വരും. ഇപ്പൊ കാണുന്ന സ്വപ്നങ്ങളൊന്നും ഫലിക്കുന്നുമില്ല. ലോറിയായിട്ട് നിന്റെ അച്ഛൻ കണ്ണന്റെ മഹാലക്ഷ്മിയുടെ പിന്നാലെ പോയാൽ അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവസാനം ലോറിയും കൊണ്ട് മുകളിലേക്ക് പോകുന്നത് നിന്റെ അച്ഛനായിരിക്കും. എനിക്കെല്ലാം എന്റെ അച്ഛനും മുത്തശ്ശിയുമാണ്. അവരെ പറ്റി ഈ രീതിയിൽ സംസാരിക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിലേ ഇതുപോലുള്ള കാര്യങ്ങൾ എന്നോടൊന്ന് പറയാതിരിക്കണം. കണ്ണനെയും മഹാലക്ഷ്മിയും അത്ര പെട്ടെന്ന് നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് അത്രത്തോളം വളർന്നു കഴിഞ്ഞു. പിന്നെ ഒരുത്തനുണ്ട്, ആ മാർക്കോ. അവൻ എപ്പോഴാ എൻ്റെ ദേഹത്ത് കൈവയ്ക്കുന്നെന്ന് ഭയന്ന് നടക്കുവാ ഞാൻ. ഈ നാട് മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് നടന്ന ആളാ മേഘേട്ടൻ. ഇവിടെയുള്ള ഒട്ടുമിക്ക ഗുണ്ടകൾക്ക് പോലും ഒരു സമയത്ത് മേഘേട്ടനെ പേടിയായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ആരുമായിട്ടൊന്ന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെ പറയണമെന്നുണ്ട് മേഘേട്ടന്. മനസ്സിനകത്ത് എന്തൊക്കെയോ കൂട്ടിവെച്ചിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും പുറത്തു വരണ്ടേ? എല്ലാത്തിനും എന്റെ അച്ഛൻ പരിഹാരം കാണും ഉണ്ണേട്ടാ. ഇവിടുന്ന് കണ്ണനും മഹാലക്ഷ്മിയും എപ്പോ കാറിൽ പുറത്തേക്ക് പോയാലും അച്ഛനെ അറിയിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ രണ്ടും കൽപ്പിച്ച അതുപോലെയാ ഞാൻ അച്ഛനെ ചൂട് പിടിപ്പിച്ചത്. എന്റെ സങ്കടം മാറ്റാൻ, എന്നെ സന്തോഷിപ്പിക്കാൻ എന്റെ അച്ഛൻ എന്തും ചെയ്യും. അതെനിക്ക് ഉറപ്പാ.